പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന, ഈശോയെ മഹത്വം. എല്ലാറ്റിനും നന്ദി, എല്ലാറ്റിനും സ്തുതി, എല്ലാറ്റിനും ആരാധന, എല്ലാറ്റിനും മഹത്വം. രാവിലെ എഴുന്നേറ്റ നിമിഷം മുതൽ ഇന്ന് ഈ സായാഹ്നം വരെ എന്നെ കർത്താവ് കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തതിന് നന്ദി. നിങ്ങൾ പറയണം, ഈശോയെ എന്നെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തതിന് നന്ദി. എല്ലാറ്റിനും നന്ദി ഈശോയെ. നല്ല യാത്രയ്ക്കും ഭക്ഷണത്തിനും സ്നേഹിച്ച വ്യക്തികൾക്കും സ്നേഹിക്കാനുള്ള അവസരം തന്നതിനും എല്ലാറ്റിനും നന്ദി. എല്ലാറ്റിനും നന്ദി നിറഞ്ഞ മനസ്സോടുകൂടെ ആയിരിക്കാനായിട്ട് പരിശ്രമിക്കാം. കിടന്നുറങ്ങാൻ പോവല്ലേ? അപ്പം അതിനു മുമ്പ് ചങ്കിലൊരു പ്രാർത്ഥന ഉണ്ടാകട്ടെ. പ്രാർത്ഥന ഇതാണ്, സങ്കീർത്തനം 57:10. അങ്ങയുടെ കാരുണ്യം ആകാശത്തോളവും അങ്ങയുടെ വിശ്വസ്തത മേഘങ്ങളോളവും വലുതാണ്. കണ്ടോ എന്തിനാ വിഷയമുള്ള വചനം നോക്കിയേ. അങ്ങയുടെ കാരുണ്യം ആകാശത്തോളവും അങ്ങയുടെ വിശ്വസ്തത മേഘങ്ങളോളവും വലുതാന്നാ പറയണേ. മനുഷ്യന് അപ്രാപ്യമായൊരു ഇതാന്നാ പറയണേ. കർത്താവിൻ്റെ കരുണയും കർത്താവിൻ്റെ വിശ്വസ്തതയും എന്ന് പറയുന്നത് എത്രമാത്രം കരുണയല്ലേ കർത്താവ് നമ്മോട് കാണിക്കുന്നത്. ഞാൻ പലപ്പോഴും ചിന്തിക്കും, കർത്താവേ അങ്ങയുടെ കരുണയ്ക്കും അങ്ങയുടെ വിശ്വസ്തതയ്ക്കൊക്കെ ഞാൻ യോഗ്യനാണോ? അല്ല, പാപിയ, ബലഹീനനാ. വാക്കിലും പ്രവൃത്തിയിലും ചിന്തകളിലൊക്കെ ഉപേക്ഷകളിലൊക്കെ തെറ്റുപറ്റി പോകുന്നവനാ. എന്നിട്ടും സ്റ്റിൽ അവൻ എന്നിലേക്ക് കരുണ ഒഴുക്കുക, നിന്നിലേക്കും കരുണ ഒഴുക്കുക. കർത്താവിൻ്റെ കരുണയ്ക്ക് എന്ത് യോഗ്യതയുണ്ട് നമുക്കൊക്കെ. എന്നിട്ടും കർത്താവ് നമ്മളിലേക്ക് കരുണ ഒഴുക്കുക. നമ്മൾ അവിശ്വസത എത്ര പ്രാവശ്യം കാണിച്ചു അല്ലേ? എത്ര പ്രാവശ്യം ഏതൊക്കെ പാപങ്ങളിൽ വീണുപോയി. ഇന്നത്തെ ഒരു ദിവസം എടുത്തു നോക്കിയേ. എത്ര പ്രാവശ്യം ദൈവം ആഗ്രഹിക്കാത്തത് പറഞ്ഞു, എത്ര പ്രാവശ്യം ദൈവം ആഗ്രഹിക്കാത്തത് കണ്ടു, എത്ര പ്രാവശ്യം ദൈവം ആഗ്രഹിക്കാത്തത് കേട്ടു. എന്നിട്ടും സ്റ്റിൽ കർത്താവ് വിശ്വസ്തനായിട്ടല്ലേ നിന്നോടും പെരുമാറണേ. അതുകൊണ്ടല്ലേ ഇന്ന് കിടന്നുറങ്ങാനായിട്ട് ഈ സമയത്ത് ആരാധനയിൽ പങ്കെടുക്കാനായിട്ടൊക്കെ കഴിയുന്നത്. നന്ദി പറയാം, അവിടുത്തെ കാരുണ്യത്തിന് നന്ദി പറയാം. എല്ലാം കർത്താവിൻ്റെ കരുണയാണ്. നിന്റെ വീട്, നിന്റെ മക്കൾ, നിന്റെ ഭാര്യ, മാതാപിതാക്കൾ എല്ലാം കർത്താവിൻ്റെ കരുണയാണ്. അവിടുത്തെ വിശ്വസ്തതയിൽ നിനക്ക് കിട്ടിയതാ. ഇന്ന് ശാന്തമായി കിടന്നുറങ്ങാൻ കഴിയട്ടെ. ഈശോയുടെ കരുണ നിന്നെ പുൽകട്ടെ, വിശ്വസ്തത നിന്നെ നയിക്കട്ടെ. മെസ്സേജ് ബോക്സിൽ ടൈപ്പ് ചെയ്യണം, ഈശോയെ അങ്ങയുടെ കരുണയ്ക്കും വിശ്വസ്തതയ്ക്കും 1000 നന്ദി. ദിവ്യകാരുണ്യനാഥൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ.